ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആൻസർ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കോട്ടണിലല്ലാതുള്ള കുറച്ച് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ കാണാം. ജാം കോട്ടൺ എന്ന് പറയുന്നൊരു ഫാബ്രിക്കാണ്. അധികം എല്ലാവർക്കും അങ്ങനെ അറിയത്തില്ല ജാം കോട്ടൺ എന്ന് പറയുന്നത്. അത് കോട്ടണും ജാം എന്ന് പറയുന്നൊരു ഫാബ്രിക് നമ്മുടെ നാട്ടിലധികം ഇല്ല, നോർത്തിലൊക്കെ ഉണ്ട്. അതങ്ങനെ ലൈനിങ് ഇല്ലാതെ തയ്ച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ ചൂടൊന്നും എടുക്കത്തില്ല. അത് കോട്ടണും ജാം എന്നൊരു ഫാബ്രിക് കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. പ്യുവർ ജാം ഉണ്ട്. പ്യുവർ ജാം എന്ന് പറയുമ്പോഴത്തേക്കിനും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നൊരു സിൽക്കി ഫിനിഷിൽ കിടക്കും. ഇത് കോട്ടൺ ജാം കൂടെ മിക്സ്, ചെറിയൊരു സിൽക്കി ഫിനിഷ് ഉണ്ട്. പക്ഷേ അത്യാവശ്യം ഒരു നല്ലതായിട്ട് നമുക്ക് ഒരു ഡെയിലി വെയർ അല്ലാതെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ, ജാം കോട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് പീസുകൾ കാണാം. ഓക്കെ, ഇതാണ് കേട്ടോ ആദ്യത്തെ കളർ. ഒരു കോഫി ബ്രൗൺ കളറാണ്. അതിലിങ്ങനെ ബോട്ടം പോർഷനിലാണ് വർക്ക് വരുന്നത്. ബാക്ക് സൈഡിലും അതുപോലെ ബോട്ടം പോർഷനിൽ ഇങ്ങനെ വർക്ക് വരും. എന്നിട്ട് ദുപ്പട്ടയിലും അത്യാവശ്യം ഈ വർക്ക് വരും. ഈ ബോട്ടം പോർഷനിൽ ഈ വർക്ക് വരുന്നതിൽ കുറച്ച് സീക്വൻസ് വർക്കൊക്കെ ഉണ്ട്. സീക്വൻസ് വർക്കും ഇങ്ങനെ ത്രെഡ് വർക്കും ഒക്കെ വരും. എന്നിട്ട് അതിൻ്റെ ബോട്ടം വരുന്നത് റയോൺ ഫാബ്രിക്കിലാണ് കേട്ടോ. ഇതൊരു ലെങ്ത് വരുന്ന ഒരു 46 ഇഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് ലെങ്ത് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ആദ്യത്തെ പീസ് കോഫി ബ്രൗൺ ആണ് കേട്ടോ കളറ്. ദുപ്പട്ട ഇങ്ങനെ വരും. ദുപ്പട്ട ഒരു 2.25 മീറ്ററൊക്കെ നിങ്ങൾക്ക് ദുപ്പട്ട കിട്ടും. ബോട്ടം പോർഷനും ഒരു 2.25 മുകളിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ വരും. ഇങ്ങനെ ബോഡി പോർഷനിലൊന്നും വർക്ക് വേണ്ട, താഴെ മാത്രം അങ്ങനെ ലെങ്തിൽ വർക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനത്തെ ഒരു പീസ്. ജാം കോട്ടൺ എന്ന് പറഞ്ഞ ഫാബ്രിക്കിൻ്റെ ലൈനിങ് ഇല്ലാതെ തയ്ക്കാൻ പറ്റും. ഞാൻ തയ്ച്ച് നോക്കിയിട്ടുണ്ട്. എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തന്നെ തോന്നിയത്. ഞാൻ എപ്പോഴും കോട്ടൺ തന്നെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കത് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് തോന്നിയത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത കളർ കാണാം. അത് വരുന്നത് ബ്ലൂ ആണ് കേട്ടോ. ഒരു റോയൽ ബ്ലൂ കളറാണ്. ഇങ്ങനെയാണ് വരുന്നത്. ബോട്ടം റയോണിൽ റോയൽ ബ്ലൂ കളറിൽ റയോൺ ഫാബ്രിക്കാണ്. സാധാ റയോൺ അല്ല, നല്ല കട്ടിയുള്ള റയോണാണ് കേട്ടോ. 14 kg റയോണാണ്. ഇങ്ങനെ വരും. ജാം കോട്ടൺ ആണ് ഫാബ്രിക്. കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. ചൂടൊന്നും എടുക്കത്തില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ. ഒരു 3XL കാർക്ക് വരെ തയ്ക്കാനുള്ള ക്ലോത്ത് ഉണ്ട്. നല്ല ഭംഗിയാണ്. ഇതിൽ ഈ താഴെ മാത്രം പ്രിന്റ് വരുമ്പം നല്ല രസമാണ്. പീസ് നല്ല ഭംഗിയുള്ളൊരു പീസാണ്. ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ മെൻഷൻ ചെയ്ത്. ഇതാണ് ഒരു ഞാറപ്പഴത്തിൻ്റെ, ഇതൊക്കെ ഞാറപ്പഴമല്ല, ഞാറപ്പഴത്തിൻ്റെ പിന്നെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വൈൻ കളർ എന്നൊക്കെ പറയത്തില്ലേ, അതായത് ഒരു ഗ്രേപ്പ് വൈൻ അല്ലെ, ഒരു ഗ്രേപ്പിൻ്റെ ഒക്കെ ജ്യൂസ് അടിച്ച് കഴിയുമ്പോൾ ഒരു കളർ ഉണ്ടല്ലോ, ആ കളർ കേട്ടോ. ഇതാണ് അടുത്ത കളറ്. നല്ലൊരു ഗ്രേപ്പ് ജ്യൂസിൻ്റെ കളറാണ് കേട്ടോ. നല്ല അടിപൊളി ഫാബ്രിക്കാണ്. സെൽഫായിട്ട് അതിൽ കുറേ ഒരു പ്രിന്റ് പോലെ വരുന്നുണ്ട്. പിന്നെ താഴെയാണ് ഈ ഹൈലൈറ്റ് ആയിട്ടുള്ള വർക്ക് വരുന്നത്. കംപ്ലീറ്റ് താഴെ വരും. ബാക്കിലും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒന്നും ബാക്കിൽ വരുന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ, ഇതൊരു എലൈൻ മോഡലിലൊക്കെ തയ്ച്ചാൽ, എലൈൻ അല്ല, അല്ലാതെ ലെങ്ത് തയ്ച്ചാലും ഒക്കെ നല്ലതായിട്ട് തന്നെ ഇരിക്കും. ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ കുത്തിയിട്ടൊന്നുമില്ല, കണ്ടത് അങ്ങനെ ഒഴുകി പോകുന്ന മെറ്റീരിയലൊന്നും അല്ല. ഞാൻ ദുപ്പട്ട കുത്തിയൊന്നും വെച്ചിട്ടില്ല, പക്ഷേ അത് അവിടെ കിടക്കുന്നുണ്ട്. നല്ല പിടിച്ചെടുത്ത് നിൽക്കുന്ന ടൈപ്പ് അങ്ങനത്തെ മെറ്റീരിയൽ. ഇനി ഇതിൻ്റെ ഒരു കളർ കൂടെ ഉണ്ട് അവിടെ. അത് ഗ്രീനാണ് കേട്ടോ, ഗ്രീൻ. ഇതാണ് ഒരു നല്ലൊരു ഇലപ്പച്ച കളറാണ് കേട്ടോ. ഇലയുടെയൊക്കെ ഒരു നല്ല നല്ല ഡാർക്ക് ഒരു പച്ച കളർ വരുമല്ലോ, ആ ഒരു കളറാണ് കേട്ടോ. ബോട്ടിൽ ഗ്രീൻ പറയാൻ പറ്റില്ല, കുറച്ച് ഡാർക്ക് കളറാണ്. പക്ഷേ ഈ പ്രിന്റ് നല്ല ഭംഗിയാണ്. എല്ലാം തന്നെ നല്ല എന്താ പറയുക, പിങ്ക് പർപ്പിൾ ഫ്ലവേഴ്സൊക്കെ വരുന്നതുകൊണ്ട് ഇങ്ങനെ നല്ല ഭംഗിയാണ്. ഫോട്ടോസിലൊക്കെ നല്ല അത്യാവശ്യം ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ. ദുപ്പട്ടയിൽ ഈ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒന്നും വരുന്നില്ല.
ജസ്റ്റ് ഈ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ത്രെഡ് വർക്ക് സീക്വൻസ് വർക്ക് വരുന്നത്. ദുപ്പട്ടയിൽ ഇങ്ങനെ പ്രിന്റ് മാത്രമേ ഉള്ളൂ, ഡിജിറ്റൽ പ്രിന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഇതിലെല്ലാം സെൽഫായിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് റാൻഡമായിട്ടുള്ള പീസുകളുണ്ട്, അതായത് ഒന്നൊന്നായിട്ട് വരുന്ന കുറച്ച് പീസുകൾ അതിൻ്റെ കൂടെ വരും. ഇതാണ് ഒരു പീസ്, ഇത് ജാം ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്, ഫ്രണ്ടിലും ബാക്കിലും ഡിസൈൻ വരും. ഇതൊരു ഇഷ്ടികയുടെ കളറാണ് കേട്ടോ, ഇഷ്ടിക കളർ, ബ്രിക്ക് റെഡ് കളർ. ബോട്ടം പീസ് വരുന്നത് റയോൺ ഫാബ്രിക്കാണ്, പ്ലെയിൻ ബ്ലാക്കിൽ. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട. ദുപ്പട്ട രണ്ട് സൈഡും താഴ്വശമൊക്കെ മടക്കി അടിച്ചിട്ടുള്ളതാണ്, നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. ഇങ്ങനെ വരാം, നല്ലൊരു സ്റ്റാൻഡേർഡ് പീസാണ്, സെമി പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കോട്ടൺ അല്ല കേട്ടോ, ഇതിൽ ഒരു പോയിന്റിൽ പോലും കോട്ടൺ ഇല്ല. ടോപ്പ് വരുന്നത് ജാം ഫാബ്രിക്കാണ്, ഒരു സിൽക്കി ഫിനിഷുള്ള മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ബോട്ടം വരുന്നത് റയോൺ. ദുപ്പട്ടയും ഒരു സിൽക്കി ഫിനിഷിലാണ് വരുന്നത്. ഓക്കെ, റേറ്റ് സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, ഇത് കോട്ടൺ ആണ് കേട്ടോ, കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. ടോപ്പും ബോട്ടവും ദുപ്പട്ടയും കോട്ടൺ ആണ് കേട്ടോ. റാൻഡമായിട്ടുള്ള പീസുകളാണ്, ഇതിൻ്റെയൊക്കെ എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു, അതൊക്കെ സോൾഡായി. ഒരു പീസൊക്കെ മാത്രമായിട്ട് ബാലൻസ് വരുമല്ലോ, അങ്ങനത്തെ പീസുകളാണ്. ഫുൾ ലെങ്ത് ആണ് കേട്ടോ, ഒരു 47, 48 ഒക്കെ ലെങ്ത് കിട്ടും. താഴ്വശം ഓൾറെഡി ടേപ്ഡ് ആണ്, മുകളിൽ മാത്രമേ കുറച്ച് ക്ലോത്ത് നിങ്ങൾക്ക് പോവുള്ളൂ, ബാക്കി കംപ്ലീറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ദുപ്പട്ട, ദുപ്പട്ടയാണ് ഹൈലൈറ്റ്, നല്ല പ്രിന്റഡ് ദുപ്പട്ടയാണ്. ഇതാണ് പാൻറ്റിൻ്റെ പീസ്. ടോപ്പ് എത്രയുണ്ടോ അത്രയും തന്നെ ഉണ്ട് പാൻറ്റിൻ്റെ പീസ് കേട്ടോ. ഇങ്ങനെ ഒരു മെഹന്തി ഗ്രീനും ഡാർക്ക് ഗ്രീനിൻ്റെയും കൂടെ കോമ്പിനേഷൻ. അടുത്തതും ഒരു ഗ്രീൻ തന്നെയാണ്, പ്രിന്റ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ആ ഗ്രീനും ഈ ഗ്രീനും ഏകദേശം ഒരുപോലെ തന്നെയാണ്, പക്ഷെ അതിൻ്റെ പ്രിന്റും റേറ്റും എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെ യോക്ക് പോർഷനിൽ ഇങ്ങനെ വർക്ക് വരും, ബാക്ക് സൈഡ് പ്രിൻ്റ് ഉണ്ട്. യോക്ക് പോർഷനിൽ വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഫിനിഷിങ്ങോടുകൂടിയ വർക്കാണ് കേട്ടോ, നല്ല നല്ല വർക്കാണ്. ഒരു 46, 47 ഒക്കെ ലെങ്ത് കിട്ടും. ഇതാണ് പാൻറ്റിൻ്റെ പീസ്. പാൻറ്റിൻ്റെ പീസ് വെച്ച് വേണമെങ്കിൽ ഒരു ടോപ്പ് തയ്ക്കാം. ടോപ്പിന് അത്രയും തന്നെ ഉണ്ട് അതിൻ്റെ മെഷർമെൻറ്റ്. സാധാരണ പ്രിൻ്റഡ് ബോട്ടം ഒക്കെ വാങ്ങിക്കുന്നവർ അങ്ങനെയാണ് ചെയ്യുക, ഒരു കോമൺ കളറിലെ പാൻറ്റ്സ് എടുത്തിട്ട് ഇത് രണ്ടും ടോപ്പ് തയ്ക്കും, മിക്സ് ആൻഡ് മാച്ച് ആയിട്ടൊക്കെ. അങ്ങനെയാണ് സാധാരണ എല്ലാവരും ചെയ്യാറ്. അതുകൊണ്ടാണ് പറയുന്നത് പാൻറ്റിൻ്റെ പീസ് വെച്ച് വേണമെങ്കിൽ ടോപ്പ് തയ്ക്കാമെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. പ്രിൻ്റഡ് പാൻറ്റ്സ് എടുക്കുന്ന കൂടുതലും പേര് അങ്ങനെയാണ് ചെയ്യാറ്. ഇങ്ങനെ വരിക, ദുപ്പട്ടയാണ് എല്ലാത്തിൻ്റെയും ഹൈലൈറ്റ്, ദുപ്പട്ട തന്നെയാണ്. നല്ല ഭംഗിയുള്ള പീസാണ് കേട്ടോ. ഇങ്ങനെയാണ് വരും. ഓക്കെ, ഇത്രയൊക്കെയാണ് പീസുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഏതാ ഇഷ്ടപ്പെട്ടാൽ വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. Okay, thank you for watching the video. Bye.